അച്ഛാ സുഖമായിട്ടിരിക്കുന്നോ? സുഖം. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ സ്പീച്ചസ് കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണ ഇൻ്റർവ്യൂ എടുക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ നൈറ്റ് ഇതേപോലെ വന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും എല്ലാ കാര്യത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടോ അച്ഛാ? തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നടക്കാൻ അതിൻ്റേതായൊരു സമയമുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നടക്കും. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണല്ലോ, ഓരോന്നിനും അതിൻ്റേതായ ഒരു സമയം. നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഓർക്കുന്ന സമയത്ത് ചില കാര്യം നടക്കാതെ വരുമ്പോഴാണ്. അതെ, അത് നടക്കേണ്ട സമയത്ത് നടക്കും. അച്ഛൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ ഘട്ടങ്ങളും ഇതുപോലെ പ്ലാൻ ചെയ്ത് നടന്നതാണോ, അതോ ദൈവമായിട്ട് സമയാസമയം അതങ്ങ് നടത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണോ? അത് സമയാസമയങ്ങളിൽ അങ്ങ് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു സഫാരി ചാനലുണ്ട്. അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുന്നതിനെക്കുറിച്ചൊരു 15 എപ്പിസോഡ് അവരതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു കൊച്ചി ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. പിന്നെ നമ്മൾ കിട്ടിയ അവസരങ്ങളോട് നമ്മൾ സഹകരിച്ചു. അതെ, ആ സഹകരണം നമ്മളെ വളർത്തിക്കൊണ്ടിരുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വരാനുള്ളൊരു വേദന ഉണ്ടെന്ന് ആരും പ്ലാൻ ചെയ്തതല്ലല്ലോ. അതെ, അങ്ങനെ ആയിട്ട് ഒരു നിമിത്തം പോലെ വന്നു എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും അച്ഛൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മൾ മനസ്സിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ വന്നു ചേർന്നൊരു സംഭവം എന്താ വെച്ചാൽ? അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ പറ്റുമല്ല. പക്ഷേ ഇത് ഇപ്പോഴിപ്പോൾ എത്തിച്ചേർന്ന അവസ്ഥ ഒരു കുട്ടിക്കാലത്ത് ഒരിക്കലും ഓർത്തിരുന്നതല്ല. നമ്മൾ ഇത്രയൊന്നും ഒരു പോപ്പുലറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നോ ഇത്തിരി ഒരു ജനസ്വീകാര്യത വരുമെന്നൊന്നും നമ്മുടെ പഠിക്കുന്ന കാലങ്ങളിൽ നമ്മളത് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിങ്ങനെ കാലത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ എത്തിച്ചേർന്നു. അപ്പം തിരിഞ്ഞു നോക്കുമ്പം ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മൾ വിസ്മയത്തോടെ നോക്കും. ഒരു പ്രീസ്റ്റായിട്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഐക്കണാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാ? നമുക്ക് ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റുകൾ തടസ്സമല്ല. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യാനും ഏറ്റവും മിനിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള അവസരം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് എക്സ്ട്രാ സമയങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ സമയം കണ്ടത് ഇപ്പം ഇന്നൊരിടത്ത് പ്രസംഗിക്കാൻ പോകുന്നതിന് പകരം ഇന്ന് ഇതിനു വേണ്ടി സമയം നമ്മൾ മാറ്റി വെക്കും. അതിന് നമ്മൾ പ്ലാൻ ചെയ്യും. ടൈമിൻ്റെ ഉപയോഗം അങ്ങനെ പ്രോപ്പർ ചോദിച്ചാൽ നമുക്ക് എന്തിനും സമയം കിട്ടും. പലപ്പോഴും നമ്മുടെ ഒത്തിരി സമയം നമ്മൾ അലസമായിട്ട് കളയുമ്പോഴാണ് പല കാര്യവും നടക്കാതെ പോകുന്നത്. നമുക്കൊരു ടൈം കോൺഷ്യസ്നസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സമയത്തെക്കുറിച്ചുള്ള അവബോധം ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ രാജകന്യകയാണ്. രാജകന്യകയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രാജകന്യക എന്ന് പറയുന്നത് ഒരു വേറിട്ട ഒരു പടമാണ്. ഇന്ന് സമൂഹത്തിൽ പല പല രീതിയിലും ഒഴുക്കിനനുസരിച്ച് പടങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഒരവസരത്തിൽ വേറിട്ട ഒന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പടം ഇറക്കിയാൽ വിജയിക്കുമോ എന്നൊക്കെ ചിലർ സംശയിക്കാം. തനി കൊമേഴ്സ്യലാകുന്നില്ലല്ലോ, അതിൻ്റെ നിലവാരം ആ രീതിയിലല്ലല്ലോ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതും വിജയിപ്പിക്കാൻ പറ്റുമെന്നാണ് ചില സമകാലീന പടങ്ങൾ തരുന്ന ഒരു ധൈര്യവും ബോധ്യവും. ഇതിപ്പം രാജകന്യക എന്ന പേര് വന്നാലും ഒരു ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന തൃപ്തി, അസാന്നിധ്യം കൊടുക്കുന്ന ഇരുട്ട്, അതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ അതുകൊണ്ട് ചേർന്ന് ഒരുപാട് ചെറിയ സ്പാർക്ക് പോലെ ചിന്തിക്കാനും നമുക്ക് തിരുത്താനും തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരുപാട് കൊച്ചു കൊച്ചു ഭാഗങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മൂല്യം, നന്മ വളർത്താൻ സഹായിക്കുന്ന ഒരു പടമെന്ന രീതിയിൽ വിജയിക്കും. അതുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് ഞാനും പ്രവർത്തിക്കാൻ കാരണമായത്. അച്ഛൻ്റെ ഒരു പാർട്ട് രാജകന്യകയിൽ അച്ഛൻ്റെ ഒരു പാർട്ട് എങ്ങനെയാണ്? ഞാൻ ഒരു പള്ളിയിലൊരു വികാരിയായിട്ട് ഇരിക്കുന്നു. അപ്പം സിനിമയുടെ എൻഡിൽ ആ കഥയുടെ അവസാനം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അങ്ങ് തീർക്കും. അതെ, ഒരു ഫാദറായിട്ട് തന്നെ, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലായിട്ട് തന്നെയാണോ? ആ പേരിലും ഇങ്ങനെ തന്നെയാണ്, അച്ഛനായിട്ട് തന്നെയാണ് ഇതില്. അതെ. അപ്പോൾ സഭയിൽ ഉള്ള ഒരാള് സിനിമയിലേക്ക് വരുമ്പോൾ സഭയുടെ എന്താ പറയാ സപ്പോർട്ട് എങ്ങനെയാണ് അച്ഛൻ? നമ്മളെ ചുമ്മാ ഒരു കച്ചവട സിനിമയിൽ പണം മേടിച്ച് അഭിനയിച്ച് ഒരു സ്റ്റാറാകുന്ന രീതി സഭയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വൈദിക രീതിയിൽ ആർക്കും ഒരു എതിരുമില്ല. അതൊരു ധ്യാനപ്രസംഗം പറയുന്ന പോലെ തന്നെയല്ലേ ഈ സിനിമയിലൂടെയും കൊടുക്കുന്ന
ഒരു മെസ്സേജ്. നല്ലൊരു മെസ്സേജ് ആണ്. അപ്പം നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഏത് റോൾ, ഇപ്പം ഡാൻസ് കളിക്കുന്നവരോ ഒക്കെ കണ്ടേക്കാം, അതിന് സഭയിൽ ഒരിക്കലും തടസ്സമില്ല. പക്ഷെ നമ്മൾ അതല്ലാണ്ട് നമ്മൾ കല മാത്രം നോക്കി പോവാനാണെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാവും. അത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ, പക്ഷെ അല്ലെങ്കിൽ പോകാം, പക്ഷെ അത് സഭയിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അല്ല. പിന്നെ ഇപ്പം ഒരാൾ കലാപരിപാടി കാര്യങ്ങൾ നടത്തുന്നു, അതിലൂടെ എന്തെങ്കിലും ഈ മൂല്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഒന്നും പറയല. ചുമ്മാ കലയ്ക്ക് വേണ്ടി കലയായിട്ട് നടക്കുന്നതിനെ സഭയിൽ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇല്ല. ശരിക്കും അതിൽ ഇപ്പം ഒരാൾ കലയിലോട്ട് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്നുമില്ല. കലയിലേക്ക് പോകുന്നയാളും അടിസ്ഥാന കമ്മിറ്റ്മെന്റ് മറക്കാതിരുന്നാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് വരുമ്പോഴും ഒരു വൈദികൻ എന്ന രീതിയിൽ എന്നെ നിശ്ചിതമായതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടല്ലേ പോകുന്നുള്ളേ. അത് നിർവഹിക്കാതെ മാറുമ്പോൾ അത് പ്രശ്നമാവും. അത് ബുദ്ധിമുട്ടുള്ള അല്ല, ബുദ്ധിമുട്ടുള്ളത്. ശരിക്കും സിനിമകളൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇഷ്ടമാണ്. എത്തരത്തിലുള്ള സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? നല്ല കഥയും കഥയ്ക്കകത്ത് ചിരി ഒരുമിച്ച് വേണം. ചിരി തന്നെ ആയാലും അങ്ങ് അത് പോകും, കഥ തന്നെ ആയാലും മടുക്കും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന പടങ്ങളാണ് ഇഷ്ടം. അച്ഛന്മാര് തിയേറ്ററിൽ പോയിട്ടൊക്കെ സിനിമ കാണാറുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ പോകാറുണ്ട്. ഇഷ്ടമുള്ളവർക്കും പോകാം, അതിനൊന്നും നിബന്ധനകളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ. അവസാനമായിട്ട് പോയി കണ്ട സിനിമ ഏതായിരിക്കും? അവസാനം പോയി കണ്ടത് തുടരും. മോഹൻലാലിന്റെ തുടരും ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ ഇഷ്ടമാണ്. അദ്ദേഹം ചില പടമൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് അഭിനയിക്കേണ്ടായിരുന്നു തോന്നുന്നു ചില റോളുകളിൽ, ചില പടങ്ങൾ. പുതിയ വളരെ ആദരണീയനായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് പടം ഇഷ്ടമാണ്. നേരിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ? പിന്നെ അത് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന പടത്തിന്റെ 100ാം ദിവസം വലിയ ആഘോഷം നടക്കുമ്പോൾ മോഹൻലാലും മീനയും ഉണ്ടായിരുന്നു. അവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കും, അല്പസമയം. പിന്നെ മോഹൻലാലിന്റെ ബിഗ് ബോസ് എന്ന പരിപാടി ഉണ്ട്. ബിഗ് ബോസ് ഞാനായിരുന്നു ഒരു ബിഗ് ബോസിന് ഒരു ഈസ്റ്ററിന് ആശംസ പറഞ്ഞു. അതിന്റെ മറുപടി ആയിട്ടും അദ്ദേഹം മീഡിയയിൽ കൂടെ പറഞ്ഞ മറുപടി ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ് ഉണ്ട്. ഈ ചിരിയച്ഛൻ എന്നുള്ളൊരു പേര് വന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം എപ്പോഴാണ് അച്ഛൻ അത് ശ്രദ്ധിക്കുന്നത്, ഈ ഒരു പേരും ഇതെങ്ങനെയാണ് ആദ്യം വൈറലായത്? അത് ഫ്ലവേഴ്സ് ചാനലില്ലേ, സുമി സുരേഷ്, അപ്പം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പല ആൾക്കാർ ചിരിച്ചു. അന്ന് മുതലാണ് ആദ്യത്തെ പേര് അവിടെ നിന്നാണ് വീഴുന്നത്, ചിരിപ്പിക്കുന്ന അച്ഛൻ, ചിരിയച്ഛൻ എന്നുള്ള പേര്. പിന്നെ ആൾക്കാർ നമ്മൾ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ തുടങ്ങി, പിന്നെ ഞാനും ചേർത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ അത് പേരായിട്ട് വരുമായിരുന്നു. ഈ നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്ന സമയം മുതലേ അച്ഛൻ ഇതുപോലെ ഒരു തമാശ നർമ്മം നിറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു? അതോ പെട്ടെന്ന് പിന്നീട് ഒരു ഘട്ടത്തിലാണോ ഈ ഒരു ചിരിയും കളിയൊക്കെ വന്നത്? അല്ലാതെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ കഥാപ്രസംഗം, മിമിക്രി, അന്ന് മോണായിച്ച് ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സെമിനാരി പ്രസംഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ആ രീതിയിൽ അല്പം പരിധമൊക്കെ ചേർത്ത് പ്രസംഗിക്കുന്ന രീതിയായി. അച്ഛനായി കഴിഞ്ഞ് അതിൻ്റെ കുറച്ചുകൂടെ അങ്ങ് പൂർണ്ണതയിലേക്ക് വന്നു. ആരംഭകാലം മുതലേ ഉണ്ട്. എൻ്റെ അമ്മ ഒരുപാട് ഫലിതം പറയുമായിരുന്നു. ആ ഒരു ട്രെൻഡ് എന്നിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ പറയുന്ന കഥകളൊക്കെ അച്ഛൻ തിരിച്ച് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് പോയില്ല. അത് നമുക്ക് പറയാം, ഒക്കെ പഴയ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചുമ്മാ അമ്മ അങ്ങനെ ഒരു കഥയല്ല, ഒരു പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കുന്ന രീതി, അതിൽ തമാശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതി ഞാനും പഠിച്ചു.